ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. റാൻഡമൈസോടെ എല്ലാവർക്കും വെൽക്കം ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഗെയിം പ്ലേ അല്ല, ഒരു അൺബോക്സിങ് വീഡിയോയിലായിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊടുന്നിരിക്കുന്ന സാധനം വെച്ചാൽ ഇതേത്ത സാധനം ഗൈസ് നോക്കൂ, ഇതാണ് DJIൻ്റെ ഓസ്മോ പോക്കറ്റ് 3. യെസ്, ഈ സാധനം നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോണ് ഗൈസ്. യെസ്, നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇത് അൺബോക്സ് ചെയ്യാൻ പോണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടതിൻ്റെ അഭിപ്രായങ്ങൾ നിർദ്ദേശം ചെയ്താൽ. ആൻഡ് ഇത് ഫുൾ ക്രിയേറ്റർ പാക്ക് ആട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ക്രിയേറ്റർ പാക്കാണ് കേട്ടോ. ക്രിയേറ്റർ പാക്ക് എടുത്തത് ഏകദേശം ഇന്ത്യൻ റുപ്പീസിൽ 70,000 രൂപയുണ്ട്. ആൻഡ് ഇത് ഞാൻ കൊടുക്കുന്നത് UAE നിന്നാണ്. അപ്പോൾ നാട്ടിൽ എക്സ്പെൻസീവ് ആണ്, ഗൾഫ് രാജ്യത്ത് നിന്ന് വാങ്ങാനാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറക്കിയത്. അവിടെ ഏകദേശം ഇവിടുത്തെ ഇന്ത്യൻ റുപ്പീസിൽ 54,000 റുപ്പീസ് എന്തോ വരുള്ളൂ കേട്ടോ. അപ്പോൾ സാധനം നമുക്കൊന്ന് പൊളിച്ചു നോക്കാം. ആൻഡ് എന്താ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പൊളിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് പൊളിക്കാൻ പോകുന്നത്. അപ്പോൾ പൊളിക്കണമെങ്കിൽ കുറേ എന്തെങ്കിലും സാമാനം എന്തെങ്കിലും വേണ്ടി വരുമോ? നമ്മൾ കൈകൊണ്ട് നഖം കൊണ്ട് ഇതിൻ്റെ ഒരു ലാമിനേഷൻ ഉണ്ട്, അതങ്ങ് പൊട്ടിച്ചെടുക്കണം. എന്നാൽ മാത്രം അത് ഇതാവുള്ളൂ. നമുക്കിതാ ഇതിൻ്റെ ഈ ഒരു സാധനം ഞാനിതാ മൈക്ക് വഴി നിങ്ങൾക്കിതാ ഞാൻ അതിൻ്റെ ഒരു സാധനം കിട്ടില്ല കേട്ടോ. ഭയങ്കര പാടാ കേട്ടോ കിട്ടാൻ. എൻ്റെ ഒരു ലാമിനേഷൻ കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. ലാമിനേഷൻ നല്ല നല്ല പക്കാ പാക്കിങ് കേട്ടോ. പക്കാ പാക്കിങ് അതിൽ പ്രൊഡക്റ്റിന് നല്ല വൃത്തിയിൽ നല്ല പാക്ക് ചെയ്തിട്ടുണ്ട്. സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാ ഓക്കെ, ആ സാധനം എടുത്തു. അതാ പെട്ടിതാ കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു സീലുണ്ട്, നമ്മൾ പിറകിലൊരു സീലുണ്ട്. ഇവിടെ ആയിട്ടൊരു സീൽ വരും, ഈ പച്ച കളർ കണ്ടില്ല, ആ സീൽ അങ്ങ് പറിക്കണം. ആ സീല് പറിക്കണമെങ്കിൽ കുറച്ചൊന്ന് പണിയാണോ? സീല് പറിക്കാൻ സിമ്പിളാണ്. അതിൻ്റെ സീലിതാ പറിച്ചെടുത്തു. ഓക്കെ, സീല് പറിച്ചെടുത്തു. ഓക്കെ, കയ്യിൽ വേസ്റ്റ് ആവണ്ടായിട്ട് ഇങ്ങനെ ആക്കാം. ഓക്കെ, അപ്പോൾ സാധനം എടുത്തിട്ടുണ്ട്. പെട്ടിതാ ആ തുറക്കുകയാണ്. ആൻഡ് പെട്ടി തുറന്നപ്പോൾ ഫസ്റ്റ് എല്ലാ വട്ടം വരുമ്പോൾ ഇതെന്താ സാധനം എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്താ സിൽക്ക ജെല്ലാണ്. ഓക്കെ, അത് നമ്മൾ അത് തട്ടില്ല. യെസ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഉൾവശം ഫുൾ പാക്ഡാണ്. ഇത് ക്രിയേറ്റർ കോംബോ ആയതുകൊണ്ട് ഇതിൽ എക്സ്ട്രാ മൈക്ക് ഉണ്ട്, DJIൻ്റെ മൈക്കും ഉണ്ട്, ആൻഡ് നമ്മുടെ ക്യാമറയും ഉണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം ക്യാമറ ഭയങ്കര വലിയ പെട്ടിട്ടോ. നമ്മൾ കണ്ടതിനും അപ്പുറത്തേക്ക് ഒരു അതിൻ്റെ ഇതുണ്ട് കേട്ടോ, ബാഗ് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. നോക്കൂ ഗൈസ് കണ്ടോ, ഇത് എക്സ്ട്രാ ഒരു ഇതാണ്ടോ ലൈറ്റ്. ഞാൻ കുറച്ച് തരാം. കണ്ടോ ഇതാണ് സംഭവം. ഇനി അതൊരു ഇത്. പിന്നെ ഇതിനുള്ള കുറച്ച് കാറ്റലോഗ്സ് ഉണ്ട്. DJIൻ്റെ ഒരു സ്റ്റിക്കർ എന്തോണത്, സ്റ്റിക്കറാണിത് തോന്നുന്നു. യെസ്, സ്റ്റിക്കറാണ്. ഇതിൻ്റെ ഒരു അവരുടെ നമ്മളെ സ്ഥിരം കാറ്റലോഗ്സ്. ഓക്കെ, ആൻഡ് ഇതെന്താണ് DJI റെക്കമെൻഡ് വീഡിയോ ആപ്പ്, മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള അതിൻ്റെ QR കോഡ്. ഓക്കെ, ഇതാണ് എൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡാണ്. ഓക്കെ, അത് നമുക്ക് ഇതിൻ്റെ സ്കാൻ ആൻഡ് ട്രൈ AI എഡിറ്ററൊക്കെ ഉണ്ട്, എന്തൊക്കെയോ സംഭവം ഉണ്ട്. എന്തായാലും പുറത്ത് വെക്കാം, നമുക്ക് ആവശ്യം വരും. ഇത് കാറ്റലോഗ്. പിന്നെ ഒരു വേറെ കാറ്റലോഗ് വേറെ ഒന്നും ചേട്ടാ. പെട്ടിനുള്ളിൽ വേറെ ഒന്നും ഇതെന്നുള്ളൂ. പിന്നെ ഇതാണ് ഒരു പെട്ടി, ഇതിലാണ് അടുത്ത സാധനങ്ങൾ. ഇതിനുള്ളിലാണ് എനിക്ക് തോന്നുന്നത് മറ്റേ വയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. യെസ്, അടുത്ത പെട്ടി തുറക്കുന്നുണ്ട്. സാധനം പെട്ടിനുള്ളിൽ തിരിഞ്ഞു പോയാ പെട്ടി തിരിഞ്ഞു പോയി തോന്നുന്നു പെട്ടി. എനിക്ക് തോന്നുന്നു ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് തുറക്കണ്ടേ. യെസ്, നമ്മൾ തെറ്റിപ്പോയി, ഇപ്പുറത്താണ് തുറക്കണ്ടേ. എൻ്റെ ഇവിടുന്ന് തുറന്നു. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു കവറ്, അതിൻ്റെ ഒരു എക്സ്ട്രാ കവറ്. നമ്മൾ നോർമൽ DJI വാങ്ങുമ്പോൾ ഒരു കവർ, വേറൊരു സാധനം ഇതിനുള്ളിൽ കേട്ടോ. അതിനുള്ളിൽ വേറെ ഒന്നും ഇല്ല കേട്ടോ, കാലിയാണ്. അപ്പോൾ ഈ പെട്ടിയിൽ ഇതുണ്ട്, പിന്നെ ഇതിലുണ്ട്. നമുക്ക് പെട്ടി എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇത് മാറ്റിയിട്ട് ഇത് അങ്ങനെ വെച്ചേക്കാം. നമുക്ക് ആവശ്യം എടുത്ത് വെക്കാം. പെട്ടികളൊക്കെ നമുക്ക് എടുത്ത് വെക്കണം, യൂസ്ഫുൾ ആവും. പിന്നെ എപ്പോഴെങ്കിലൊക്കെ വേണ്ടി പോകുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായതുകൊണ്ട് ഇങ്ങനെ മാറ്റി വെക്കാം. ഓക്കെ, പെട്ടി അങ്ങനെ മാറ്റി വെച്ച ശേഷം അറിയില്ലേ ഈ സാധനം ഇങ്ങനെ തുറക്കുക. ഓക്കെ, അതിൻ്റെ ഒരു കവറാണ്. ഈ കവർ അവിടെ നിന്നോട്ടെ. അതിൻ്റെ ഒരു എന്താണിത്, ഓസ്മോ പോക്കറ്റ്. ഇതിൻ്റെ പ്രൊട്ടക്റ്റീവ് കേസാണിത്. അതിൻ്റെ ഇതാണ് എഴുതിയിട്ടുള്ളത്. അതിന് എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് കേസ്, എന്തൊക്കെയാണ് ലെൻസ് എങ്ങനെ വെക്കേണ്ടതും അതിൻ്റെ രീതി എങ്ങനെയാണെന്നൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെ വെക്കേണ്ട രീതിയൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. കാണാൻ നിങ്ങൾക്ക് ലൈറ്റിൻ്റെ ഒരു ക്ഷാമം കാരണം വേണമെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതുണ്ട്, ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് എങ്ങനെ വെക്കേണ്ട സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വൈറ്റ് ലെൻസിൻ്റെ കാര്യങ്ങൾ വെക്കാം. പിന്നെ ബ്ലാക്ക് പ്രോ മിസ്റ്റ് അങ്ങനത്തെ സാധനം എന്തോ ഉണ്ട്, വെക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. എക്സ്ട്രാ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നല്ല ക്വാളിറ്റി സാധനം കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ്. നമുക്കിത് തിരിച്ച് ഇതിലോട്ട് വെക്കാം. ഇത് നമുക്ക് ആവശ്യം വരും ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങോട്ട് വെച്ചിട്ടുണ്ട്, തിരിച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ആ പെട്ടിയിലോട്ട് തന്നെ വെച്ച് നമ്മൾ കവർ ചെയ്ത് അങ്ങ് വെച്ചിട്ടുണ്ട്. മാറ്റി നോക്കാം. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളെ മൊബൈലിലൂടെ റെഡിയാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ ആപ്പ് ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യാൻ വെക്കാം. ഓക്കെ, നമ്മളിത് ഓപ്പൺ ചെയ്യാം കേട്ടോ. ആപ്പ് ഓപ്പൺ ചെയ്യണം. യെസ്, ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. ഇൻസ്റ്റാൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഐറ്റം ഗൈസ്, മെയിൻ ഐറ്റമാണ്. നല്ല വെൽ പാക്ഡ്, ഭയങ്കര നല്ല എന്താ പറയുക ക്വാളിറ്റി പാക്കിങ് കേട്ടോ. ഓക്കെ, സാധനങ്ങൾ വരുന്നുണ്ട്. യെസ്, നോക്ക് ഗൈസ്. ഒരു ഓക്കെ, നല്ല ബാഗ് ഗൈസ്, നല്ല ക്വാളിറ്റി ഉള്ള ബാഗ്. ഇതെന്താണ് അവരുടെ
ഒരു ജസ്റ്റ് ഒരു ഇത് കേട്ടോ, ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒരു കാറ്റലോഗാണ്. ജസ്റ്റ് അതിന് മുകളിൽ ടാഗ് ചെയ്ത് വെച്ചാൽ വേണമെങ്കിൽ എടുത്ത് പറിച്ചെടുക്കാം, വേണമെങ്കിൽ എടുക്കാതിരിക്കാം, നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. വേണമെങ്കിൽ പറിച്ചെടുക്കാം. ആ സാധനം പറിച്ചെടുത്തിട്ട് തിരിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മളെ പെട്ടിയിൽ തന്നെ വെക്കാം. യൂസ്ഫുൾ ആവുമായിരിക്കും. യെസ്, ഇതാണ് നമ്മുടെ മെയിൻ സാധനം ഗൈസ്. ഇത് സൂക്ഷിച്ചും കണ്ട് തുറന്നില്ലെങ്കിൽ തറയിൽ വീണ് കഴിഞ്ഞാൽ തീരുമാനമാവും ഗൈസ്. അതാണ് ഏറ്റവും വലിയ പേടി. അപ്പോൾ ഇത് തുറക്കാൻ പോണ് ഗൈസ്. നമ്മൾ തുറക്കാണ്. യെസ്, വി ആർ ഓപ്പണിങ് ഇറ്റ്. DJI നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടോ, ഇവിടെ സാധനം ഉണ്ട്. ആൻഡ് ഇത് നമ്മുടെ ക്യാമറ, ഇവിടെ ക്യാമറ കണ്ടില്ലേ, കണ്ട ഗൈസ്, ഇതാണ് ക്യാമറ. ആൻഡ് നമ്മൾ ആദ്യം ഓരോന്നോരോന്ന് എടുക്കാൻ പോകണം. ഓക്കെ, ഫസ്റ്റ് എടുക്കാൻ പോണത് ഇത് DJIൻ്റെ ഒരു ബാറ്ററി എന്തോണ്. ഇതാ ബാറ്ററിയുടെ കവർ എടുക്കാം. രണ്ടാമത്തെ ഒരു മൈക്കാണ്. ഇത് മൈക്ക്, നമ്മുടെ DJIൻ്റെ മൈക്ക്. ഞാൻ ആദ്യമായിട്ട് DJIൻ്റെ മൈക്ക് യൂസ് ചെയ്യുന്നത് ഗൈസ്. സാധനം പൊളി, എൻ്റെ മോന് പൊളി സാധനം. അതിൽ കാണാം ഫസ്റ്റ് ടൈം ലൈഫിലാട്ടോ. ഓക്കെ, രണ്ടാമത്തെ അതെടുത്തു. മൂന്നാമത് ഐറ്റം ഇതും അടുത്തൊരു ബാറ്ററി സെറ്റ്. ഇതാണ് എക്സ്ട്രാ ബാറ്ററി എന്തോണ്. ഓക്കെ, ഇത് അതിൻ്റെ ഒക്കെ ഒരു നമ്മളെ മറ്റേ മൈക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള മറ്റേതുണ്ടല്ലോ, കുഷ്യൻ പോലത്തെ സാധനം. അതിനോട് വേറൊരു ത്രെഡും കൂടി ഉണ്ട് എക്സ്ട്രാ, അത് നമുക്ക് തുറക്കാം. ആൻഡ് അടുത്തത് എന്താ, ഇതെന്തോ സാധനം. ഇത് വൈഡ് ലെൻസിൻ്റെ സാധനം, അതും കിട്ടി. ഓക്കെ, അതും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഓക്കെ, വയർ സെറ്റ്. ഓക്കെ, ഇത് C2C ആണ്. ഓക്കെ, അടുത്തത് എന്തോ നോക്കട്ടെ. സിൽക്ക. ഇത് സത്യം പറഞ്ഞാൽ ഇത് യൂസ്ഫുൾ ആട്ടോ. സിൽക്ക അവിടെ നിന്നോട്ടെ, അത് അവിടെ യൂസ്ഫുൾ ആണ്. ഇത് വേറെ എന്തോ എക്സ്ട്രാ ഒരു ഇതുണ്ട്. മറ്റേ പൊടി കട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനം പറയില്ലേ, നമ്മൾ ആ ബോക്സിന് നമ്മൾ കണ്ടില്ലേ, കേസിനുള്ളിൽ ആ സാധനം എക്സ്ട്രാ അല്ല, അത് അവിടെ ഉള്ളതാണ്. അതിനായിട്ട് ഓരോ ഐറ്റം വെക്കാനായിട്ട് ഓരോ കേസ് ഉണ്ട് കേട്ടോ. ഇതാണ് അടുത്ത സാധനം. ഇതെന്താ സാധനം, ഒരു ട്രൈപോഡാണ് തോന്നുന്നത്. ഇത് ട്രൈപോഡ് പോലത്തെ എന്തോ സാധനം കേട്ടോ. ഇത് ട്രൈപോഡ് നിന്നോർത്ത് വെക്കാൻ. ഇനിയാണ് നമ്മുടെ സ്വന്തം മെയിൻ സാധനം. മോനെ പൊളി കിടത്ത് നോക്ക് ഗൈസ്. നമ്മളെ കയ്യിൻ്റെ അത്ര ഉള്ളു ഗൈസ്, എത്ര ഉള്ളു പറയും, കയ്യിൻ്റെ അത്ര ഉള്ളു. ആൻഡ് ഒരു രക്ഷ. നമുക്ക് എന്നാലും ഒന്ന് ഓണാക്കി നോക്കല്ലേ, നോക്കിയല്ലേ. ആൻഡ് ഇത് നമുക്ക് ഇത് ആദ്യം പീൽ ചെയ്തെടുക്കാം. സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞില്ലേ, ഇതാണ് സാറ്റിസ്ഫാക്ഷൻ. കണ്ട ഗൈസ് ആ ക്വാളിറ്റി. ഒന്ന് ഓണാക്കി നോക്കിയാലോ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇതാണ് സ്വിച്ച് ഓൺ ഈ ചോപ്പ്. അതുകൊണ്ട് നോക്ക് ഗൈസ്, പൊളി സാധനം. ഇവിടെ നിന്ന് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ടച്ച് സ്ക്രീൻ കേട്ടോ. ഓക്കെ, ഡിവൈസ് ഇത് ചെയ്യണം, സ്കാൻ ചെയ്യണം QR വെച്ചിട്ട്. DJIൻ്റെ ഓപ്പൺ ആവുന്നുണ്ട്. 1 GB ഗൈസ്, 1 GB സൈസ് ഉണ്ട് ഇതിൻ്റെ കേട്ടോ. ഇതെന്തായാലും ഡൗൺലോഡ് ആവട്ടെ. ക്യാമറ യൂണിറ്റ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആ സാധനം ഡൗൺലോഡ് ആവണം. അത് ഏകദേശം ഒരു 5 മിനിറ്റ് പിടിക്കുന്നതാണ് എൻ്റെ പറയുന്നത്. അപ്പോൾ എന്തായാലും അതൊന്നും ഡൗൺലോഡ് ആവട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ് ഓഫാക്കിയിട്ട് അതിലോട്ട് മാറ്റി വെക്കാം. ഇതെന്താ, സ്കിപ്പ് ചെയ്യാൻ. ഓക്കെ, സ്കിപ്പ്. എമ്മാതിരി ക്വാളിറ്റി ഗൈസ്. ഇത് വേറെ രക്ഷ കേട്ടോ. ഗിംബൽ എൻഡ് പോയിന്റ് റീച്ച്ഡ്, സ്വൈപ്പ് ലെഫ്റ്റ് ടു. ഓക്കെ, SD കാർഡ് വേണം കേട്ടോ. നമ്മൾ SD കാർഡ് എടുത്തിട്ട് വാങ്ങാനുള്ളതാണ്. ഞാൻ SD കാർഡ് പോയി വാങ്ങേണ്ടത്. ഒരു രക്ഷയാ സാധനം കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല, പക്ഷേ ഒരു രക്ഷ. എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാം, നമ്മൾ ചെയ്യാം. ഇതിൻ്റെ ഓപ്ഷൻ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ വരുന്നത് ഇതിപ്പോൾ 1080p 30 FPS നമുക്കുള്ള മാറ്റം വേണമെങ്കിൽ ഇതിൽ എന്തൊക്കെയുള്ള ഓപ്ഷൻസ് ഉള്ള ടാപ്പ്, സ്വൈപ്പ് ടു സ്വിച്ച് ചെയ്യാനൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഗിംബൽ റൊട്ടേറ്റ് കേട്ടോ. എനിക്ക് വേണമെങ്കിൽ SD കാർഡ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. റൊട്ടേറ്റ് ചെയ്താ യെസ് ഉണ്ടാ. ഇനി ഇതിൽ കുറേ എന്തൊക്കെയോ ഫേസ് ട്രാക്കിംഗ് ഉണ്ട്. ഓക്കെ, ഞാൻ അങ്ങോട്ട് തിരിയാം. അവിടെ എൻ്റെ ഫേസിൽ തന്നെ അത് തിരിയും. ഫേസിനെ ഇത് ചെയ്യണം. എൻ്റെ മോനെ രക്ഷ കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഫേസ് ട്രാക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഫേസ് ട്രാക്കിംഗ് ഉണ്ട്. നമുക്ക് ഫേസ് ട്രാക്കിംഗ് റിമൂവ് ചെയ്യാം. ഇത് സൂം ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. സൂം ചെയ്യാം. എത്ര ഓക്കെ, ഇതിൽ 2K റെസൊല്യൂഷൻസ് ഏതൊക്കെ അറിയോ? 1080p 2.7 3K 60 3K ആണ് ഇതിന് സപ്പോർട്ട് കേട്ടോ ഉള്ളത്. ആൻഡ് ഓക്കെ, പിന്നെ ഒരു കാര്യം, ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉള്ള സംഭവം, ഇതിനെ നമ്മളെന്താ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അത് വെർട്ടിക്കൽ വീഡിയോ ആയിട്ട് മാറും. അപ്പോൾ 4K സ്വിച്ച് ആവും. ഓക്കെ, 4K സ്വിച്ച് ആവും. അതുവരെ നമുക്ക് മറ്റേ വെർട്ടിക്കൽ വെറും 3K വേണം. സംഭവം വേറെ ലെവൽ. ഈ ഒരു ക്വാളിറ്റി അല്ല കേട്ടോ, വേറെ ലെവൽ. എന്തായാലും നമുക്കത് റെക്കോർഡിങ് ചെയ്തിട്ട് കാണിച്ചു തരാം. SD കാർഡ് ഞാൻ സെറ്റ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി വീഡിയോ. SD കാർഡ് എനിക്ക് വാങ്ങിയിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഓഫ് ആവും കേട്ടോ. ഒരു രക്ഷയില്ലല്ലേ. അതവിടെ നിൽക്കട്ടെ. ക്യാമറ നമുക്ക് ഇത് ചെയ്യാം, നൈസായ രീതിയിലൂടെ മാറ്റി വെക്കാം. ഓക്കെ, നമുക്ക് അടുത്ത സാധനം DJIൻ്റെ ഈ സാധനം. ഇത് മാഗ്നറ്റിക് ആട്ടോ ഗൈസ്. ഇതൊരു മാഗ്നറ്റ് ആണ്. ഇതിൻ്റെ മാഗ്നറ്റിക് ആണിത്. നമുക്ക് മാഗ്നറ്റ് ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മാഗ്നറ്റിക് ആയിരിക്കും. അത് ചാർജ് ചെയ്യണമെന്ന് തോന്നുന്നു. ചാർജ് ചെയ്യണം. ചാർജ് ഉണ്ടോ? ചാർജ് ഇല്ല. അപ്പോൾ ഇത് ചാർജ് ചെയ്യണം. ഇത് ചാർജ് ചെയ്താലാണെങ്കിൽ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ബാക്കി ബോക്സസ് നമുക്ക് തുറക്കാം.
ഇത് അതിൻ്റെ എക്സ്ട്രാ ഒരു ബാറ്ററി പോലത്തെ എന്തൊരു സംഭവമാണത്. ഓക്കെ, യെസ്, ബാറ്ററി വിത്ത് ഗിംബൽ സപ്പോർട്ട് ഉണ്ട്. അതിൻ്റെ ബാറ്ററിയാണിത്, എക്സ്ട്രാ ഒരു ബാറ്ററിയാണ്. അത് നമ്മൾ DJIൻ്റെ അടിഭാഗത്ത് കൊടുക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ കൊടുക്കാം, ഇതെങ്ങനെ എക്സ്ട്രാ ഒരു ബാറ്ററി സപ്പോർട്ടാണ്, ഇങ്ങനെ കൊടുക്കാൻ തോന്നുന്നു. യെസ്, എക്സ്ട്രാ ബാറ്ററിയാണിത്. യെസ്, അപ്പോൾ വെൻ മൗണ്ടിങ് ഇൻസേർട്ട് ദ ബാറ്ററി ഹാൻഡിൽ. ഓക്കെ, ഇത് ബാറ്ററിയാണ് എക്സ്ട്രാ കേട്ടോ. ഇത് ഓക്കെ, സപ്പോർട്ടായി. ഓക്കെ, ഇതിനി ഊരണമെങ്കിൽ ഇവിടെ അമർത്തി കഴിഞ്ഞാൽ ഊരാനും പറ്റും. ഓ, എക്സ്ട്രാ ബാറ്ററി ഇതിൽ 100%, മറ്റേ ഇപ്പോൾ ഇതിൽ 50% ഉള്ളൂ. ഇത് എക്സ്ട്രാ ബാറ്ററിയാണ്. ഓക്കെ, അതാണ് വെച്ചേക്കാം. നമ്മൾ പെട്ടിയിലോട്ട് തിരിച്ച് വെക്കാം ബാറ്ററീൻ്റെ സപ്പോർട്ട്. ഓക്കെ, ഇത് അതിലോട്ട് വെച്ചു, നമ്മൾ അതിലോട്ട് വെച്ചു, ഇത് നമ്മളങ്ങനെ മാറ്റി വെച്ചു. അടുത്തത് ഇതും ചെറിയൊരു വേറൊരു എക്സ്ട്രാ ബാറ്ററിയാണെന്ന് തോന്നുന്നത്. അതിൻ്റെ ഇത് ഫുള്ളും ക്രിയേറ്റർ ബാറ്ററിയാണ്. എന്താ മോനെ ആ ഒരു സൗണ്ട്. ഓക്കെ, സാധനം പുറത്തോട്ട് വെച്ചാൽ യെസ്, സാധനം പുറത്തോട്ട് വന്നു. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ വെക്കുകയാണ്. ഇതിൻ്റെ എത്ര ബാറ്ററി ഉണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് വെച്ചു. ഇതെന്താ സംഭവം വെച്ചാലും ഇതും എക്സ്ട്രാ ഒരു ബാറ്ററി, ചെറിയ ബാറ്ററിയാണ്. ഇത് ബാറ്ററി മാത്രമല്ല വേറെ എന്തോ സപ്പോർട്ട് ഇവിടെ കൊടുക്കുന്നില്ല. നമുക്ക് ഇതൊക്കെ ഒന്നും അറിയില്ല. എന്തായാലും ഇത് നോക്കാം. ഇത് എക്സ്ട്രാ എനിക്ക് തോന്നുന്നു ഇത് ഓസ്മോ മൗണ്ട് പോക്കറ്റ് 3 വിത്തൗട്ട് ഹോൾഡ്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ എന്തോ ഒരു സംഭവമാണ്. ഇതിനോട് ഉപകാരം എന്തോ ഉണ്ട്. ഇത് ഊരാനൊക്കെ സംഭവം കേട്ടോ. ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്, ഊരെടുക്കാണ്ട്. അതൊക്കെ ഊരെടുക്കണം കേട്ടോ, അതൊക്കെ ഊരെടുക്കാം. മറ്റേ ഞാൻ ഊരിയിട്ടില്ല, എന്തായാലും ഊരാ. ഇത് എക്സ്ട്രാ ഒരു ബാറ്ററി സപ്പോർട്ട് ഉണ്ട്. ഇത് ബാറ്ററി ഞാൻ തോന്നണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഗിംബിൾ. ഇത് ഗിംബിൾ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് പോലത്തെ എന്തോ സാധനം കേട്ടോ. ഓക്കെ, ഇത് വെച്ച ശേഷം ഇതിനൊരു ഗിംബിൾ ഉണ്ട്, ഇത് കാണിച്ചു തരാം. ഗിംബിൾ ഇതാണ് ഗിംബിൾ. ഈ ഗിംബിൾ നമ്മൾ എവിടെ വെച്ചാലും സാധനം സെറ്റാ. അതാണ് വെച്ചു. അപ്പോൾ ഈ ഗിംബിൾ ഇതെടുത്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് അങ്ങനെ വെച്ചു. എന്നിട്ട് എന്താ നമ്മളിങ്ങനെ വെക്കാം. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡ് പോലെ ഇങ്ങനെ വെക്കാം. എവിടെയെങ്കിലും സ്റ്റാൻഡ് പോലെ നിൽക്കും കേട്ടോ. നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യുമ്പോൾ വേറെ ആളെ സഹായം വേണ്ട. ഈ സാധനം നമ്മൾ ഓട്ടോ ഫേസ് ട്രാക്കിങ്ങും എല്ലാം ഉണ്ടായതുകൊണ്ട് എന്താ നമുക്ക് സാധനം ഉപകാരപ്പെടും, മനസ്സിലായോ? അപ്പോൾ അത് നമുക്ക് ഊരാം. ഇത് അതിനുള്ളതാണ്, അല്ലാണ്ട് എക്സ്ട്രാ ബാറ്ററി സപ്പോർട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഇവിടെ എന്തോ മൈക്കിൻ്റെ ഇതുകൊണ്ടുണ്ട്, മൈക്കിൻ്റെ റിസീവർ എന്ന് തോന്നുന്നത്. ഓക്കെ, അതാണ് ഊരാം. ഓക്കെ, ആ സാധനമായി. അപ്പോൾ ഇതാണ് വെച്ചു. ഇനി നമുക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ ഇതൊക്കെ എന്താണ് പോയി. ഇനി നമുക്കുള്ളത് എന്താ വെച്ചാൽ 2 ഐറ്റം ഉണ്ട് വേറെ. ഇതാണ് ആ ചെറിയ ഐറ്റം, 2 അല്ല 3 ഐറ്റം ഉണ്ട് കേട്ടോ. 3 ഐറ്റം പിന്നെ വയർ നമുക്ക് തന്നെ ചാർജിങ് വയർ. ഈ മൂന്നാമത് ഓക്കെ സാധനം കിട്ടി. ഇതൊരു മാഗ്നറ്റ് ആണ് തോന്നുന്നു. യെസ്, ഇതൊരു മാഗ്നറ്റ് ആണ്. ഇത് എനിക്ക് തോന്നുന്ന യൂസ് ചെയ്യാനെന്ന് വെച്ചാൽ ഇത് നമ്മളെ ഈ സാധനത്താ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പണിപാളി. ഭയങ്കര പവർ കേട്ടോ ഗൈസ്, ഭയങ്കര പവർ കേട്ടോ ഗൈസ്. ഓക്കെ, ഭയങ്കര പവറാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ വെക്കണത് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നിൽക്കും. കണ്ട സെറ്റ് അല്ലേ? ഇവിടെ ഇതേ നമ്മളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടാവും, എനിക്കറിയാം, നിങ്ങളൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. നമുക്കിതൊക്കെ ഒരു പുതിയതാണ്. നമ്മൾ ആ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനം, എക്സ്പെൻസീവ് ആയിട്ട് സാധനം ഇങ്ങനെ വാങ്ങണത് തന്നെ. അത് അതിൽ വെക്കട്ടെ. ആൻഡ് അടുത്ത ഐറ്റമാണ് നമ്മളെ വൈഡ് ലെൻസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ വെക്കണം നമുക്ക് നോക്കാം. വൈഡ് ലെൻസിൻ്റെ സാധനം ഇത് കണ്ടോ. ഇത് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിനൊക്കെ സൗണ്ട് ഉണ്ടാവും. ഓക്കെ, സാധനം കിട്ടി. ഓക്കെ, ഇത് വൈഡ് ലെൻസാണ്. അപ്പോൾ വൈഡ് ലെൻസിൻ്റെ അത് നമുക്ക് എന്തായാലും നോക്കണമെങ്കിൽ ഇത് തുറക്കണം. ഇതിങ്ങനെ തിരിക്കുക. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ സാധനം വരും, ഓണാവും. ഇത് ഇവിടെ നിന്ന് ഇതെങ്ങനെ വെക്കണം നോക്കട്ടെ. ഇതെങ്ങനെ വെക്കും, ഇതെങ്ങനെയാണ് വെക്കണത് എനിക്കറിയില്ല കേട്ടോ. മാഗ്നറ്റ് ആണോ? സീരിയസ്ലി ഗൈസ്, ഇത് മാഗ്നറ്റാണ്. ഗൈസ്. ഇത് പക്ക ഒരു വീഡിയോ ചെയ്ത് കാണിച്ചാട്ടോ. ഇത് മാഗ്നറ്റ് ആട്ടോ. സത്യം പറഞ്ഞത് പൊളി സാധനം. വൈഡ് റേഞ്ച് ആണ്, വേറെ ലെവല് വൈഡ് റേഞ്ച് കേട്ടോ. വൈഡ് ക്യാമറ വൈഡ്. ഇത് വൈഡ് ഊരി കഴിഞ്ഞാൽ എന്താ നോക്കട്ടെ. സിമ്പിളായി മാറി സാധനം. സാധനം കേട്ടോ. സീൻ പൊളി. ഞാൻ വീഡിയോ എന്തായാലും പക്ക നിങ്ങൾക്ക് കാണാം. ഇതിന്റെ വ്ളോഗ് വീഡിയോസ് വരുന്നതാണ്. ഷോർട്ട് വീഡിയോസ്. നമുക്ക് 3 minutes വീഡിയോസ് ഇനി ഇടാമല്ലോ ചാനലിൽ. അപ്പം അതിന്റെ വീഡിയോസ് ഒക്കെ ഇനി ഉണ്ടാവട്ടെ. പൊളിക്കാം. അതാ ക്ലോസ് ചെയ്യാം. ഓക്കെ, അത് ഓഫ് ചെയ്തു. നമുക്ക് കണ്ടിന്യൂ ആക്കട്ടെ. വേണമെങ്കിൽ ഇതിങ്ങനെ തിരിക്കുമ്പോൾ വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ആവും. പക്ഷേ അവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ഉണ്ടെങ്കിൽ വെർട്ടിക്കൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു സാധനം കൂടെ ഉണ്ട്, ഒരു പാക്കും കൂടി ഉണ്ട്. ഇതിൻ്റെ ഒന്ന് സേഫ്റ്റി സാധനമാണ്. ഒന്ന് മൈക്കിൻ്റെ ഈ ബഡാണ്. യെസ്, നമ്മുടെ DJIൻ്റെ മൈക്ക് ഉണ്ടല്ലോ, അതിലിടാൻ പറ്റിയ ബഡാണ്. കണ്ടോ നല്ല സുഖമുണ്ട് കേട്ടോ. രസമുണ്ട് കാണാൻ നല്ല രസമുണ്ട്. എടുക്കാൻ വെക്കാനൊക്കെ ചെയ്യാം. നൈസ് സംഭവം കേട്ടോ, പൊളി. ഇത് ചാർജ് കുത്തണം. ചാർജ് കുത്തിയിട്ടില്ല. ഇത് വേറെ കാര്യം. ഇത് ഞാൻ നേരെ ഇതിലോട്ട് തന്നെ വെക്കും, ഈ കവറിലോട്ട്. ഈ കവർ കളയില്ല, ബിക്കോസ് ഇത് പൊടി പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ ഉള്ളത് ഈ സാധനം. ഇതെന്തിനാ വെച്ചാൽ സേഫ്റ്റി ബാൻഡ് പോലത്തെ സാധനമാണ്. ഇത് നമ്മളെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇത് എങ്ങനെയാണ് ഇത് വെക്കണത് എനിക്കറിയില്ല.
ഇതിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ മെത്തേഡ് ഉണ്ടാവും. ഇത് വെക്കണതിൻ്റെ ഒരു ഹോൾഡർ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ടൈയിങ് ആണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കൂടി ഉള്ളിൽ കൂടി കയറ്റിയുള്ള ടൈയിങ് ആണ് തോന്നുന്നത്. ജസ്റ്റിനുള്ളിൽ കൂടി ഇങ്ങനെ കയറ്റിക്കൊണ്ടിരണം. ഇത് വല്ലാണ്ട് വേറെ പണിയൊന്നും ഇല്ല. ഇതിനും കൊണ്ട് വേറെ ഇവിടെ ഊരാനോ ഒന്നിനും കഴിയില്ല. ഈ സാധനം ഊരാൻ കഴിയില്ല കേട്ടോ. ഓക്കെ, ഇത് വേറെ ഊരാൻ കഴിയില്ല. ഇതവിടെ നോട്ടെ, ഇതവിടെ നോട്ടെ. ഇനി ഒന്നുമില്ല, എല്ലാം ആയി. നമ്മളെ പിന്നെ ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ് ചാർജിങ്ങിൻ്റെ സി പോർട്ടിലുള്ള ഏതെങ്കിലും നമ്മളെ ചാർജ് ഉണ്ടെങ്കിൽ അതിലോട്ട് ചാർജ് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ സാധനങ്ങൾ ഊരുക. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ വെക്കട്ടെ. ഇതിന് ഇനി നമുക്ക് ബാക്ക് ടു പാക്കിംഗ് ആണ്. സെറ്റ് ഗൈസ്, സെറ്റ് കണ്ട സാധനം സെറ്റാണ്. DJIൻ്റെ ഓസ്മോ പോക്കറ്റ് 3. യെസ്, ഇനി ഇതിൻ്റെ ബ്ലോഗ്സ് വരുന്നതാണ്. അപ്പോൾ ഇതിനോട് ഒക്കെ പറഞ്ഞാൽ വെക്കാണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മെമ്മറി കാർഡ് സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും നമുക്ക് വീഡിയോസ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചിലർ ബൈ. ഇത് ചെറിയൊരു നമ്മളിത് സാധാരണ ഇങ്ങനെ അൺബോക്സിങ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്യാറില്ല. ബട്ട് സാഹചര്യം അനുസരിച്ച് ചെയ്യേണ്ടി വന്നു, ഇങ്ങനെ ചെയ്യേണ്ട അവസ്ഥ വന്നു. ബട്ട് നെക്സ്റ്റ് ടൈം പെർഫെക്റ്റ് ആക്കാം. ഈ ക്യാമറ ഉണ്ടല്ലോ. ലെറ്റ്സ് ഗോ, ബൈ.